ടെൻഷൻ എഴുതേക്കരുത്. ആരും എല്ലാവരും സമാധാനപൂർണ്ണമായി ഇരിക്കുക. നമ്മൾ ഈ യാത്രയൊന്ന് അവസാനിപ്പിക്കണമല്ലോ അല്ലേ, ഇലക്ഷൻ 26-ാം തീയതി ആണല്ലോ. അപ്പോൾ ഷാജി ചോദിക്കുന്നു, അരുൺ ഒരു ചൂണ്ടയെടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലൊരു മീനെ കൂടെ കൊണ്ടുപോകാം. ഇവിടെ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുമോ? ഇവിടെ മീൻ കിട്ടും. ഇവിടെ എല്ലാം തന്നെ ഇവിടുന്ന് മീൻ പിടിച്ചവിടെ പൊരിച്ചു കൊടുക്കുമോ? ഇവിടെ നമ്മൾ പിന്നെ ഫുഡൊന്നും പ്രോസസിംഗ് പാടില്ല. കരയിൽ റെസ്റ്റോറന്റ് DTPCയുടെ സെന്റർ ഉണ്ട്. ഇവിടുന്ന് മീൻ പിടിച്ചു കൊണ്ടുപോകാം. ഇവിടുന്ന് ലേലമുണ്ട്. രാവിലെ ഇല്ലാണ്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് കായൽ മേഖലയിലെ ഏറ്റവും വലിയ മത്സ്യലേലം നടക്കുന്ന സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. അതെ, അത് നമ്മൾ വന്ന പോയിന്റ് തന്നെയാണ്. രാവിലെ 5 മണി മുതൽ രാവിലെ ഒരു 6 മണി വരെ ഈ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട എല്ലാ മത്സ്യസമ്പത്തും അവിടെ വരും. മത്സ്യത്തൊഴിലാളികൾ കരിമീന്, ഞണ്ട്, കൊഞ്ച് എല്ലാം കിട്ടും. പിന്നെ കല്ലുമേക്കായ, ഉറത്ത, കണമ്പ്, ചീലാവ് തുടങ്ങി ഈ കായൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും രുചിയുള്ളത് നമ്മൾ പറഞ്ഞത് കരിമീനാണ്. കരിമീൻ മാത്രം ഉറത്തെന്ന് പറഞ്ഞൊരു മീനുണ്ട്. അതേപോലെ തന്നെ കണമ്പ്, കരിഞ്ചേയി. കണമ്പിനൊക്കെ നല്ല വിലയല്ലേ പുറത്ത്? ഭയങ്കര നല്ല വിലയാണ്. പക്ഷെ ഇവിടുത്തെ ഈ മത്സ്യങ്ങൾക്കെല്ലാം അസാധ്യമായ ടേസ്റ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറന്റ് തിരിച്ചു ചെല്ലുമ്പോൾ റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്ക് ഈ മത്സ്യം എല്ലാം അവിടെ കിട്ടും. നമുക്ക് നല്ല കാര്യമാണ്. നോക്കൂ, അപ്പം ഈ ഒരു നമ്മുടെ യാത്രയിലുള്ള മത്സ്യ കുടുംബത്തിൽ നിന്നുള്ള, തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, കണമ്പ് നല്ല രുചിയുള്ള മത്സ്യമാണ്. അതേപോലെ കരിമീൻ നല്ല രുചിയുള്ള മത്സ്യമാണ്. അത് അഷ്ടമുടി കായലിലെ രുചിയുള്ള മത്സ്യം. ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, കായലിന് ആഴം കൂടുന്തോറും കരിമീൻ്റെ രുചി കൂടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഷ്ടമുടി കായലിലെ ചില ഭാഗങ്ങളിലുള്ള കരിമീന് നല്ല രുചി ഉണ്ടാവുന്നത്, ചില ഭാഗങ്ങളിലെ രുചി കുറയുന്നതിനെ കാര്യത. അങ്ങനെ എന്തെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകളാണല്ലേ നമ്മൾ ഈ നാട്ടിൽ പോകുമ്പോഴാണ് ഇത്തരം ചെറിയ ടിപ്പുകളൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ നല്ലപോലെ എങ്ങനെ കറി വയ്ക്കുന്നു എന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും കരിമീൻ കറി വയ്ക്കുന്നത്, കരിമീൻ കറി വയ്ക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞാനും എൻ്റെ അമ്മ. കരിമീൻ പൊള്ളിക്കുക എന്നല്ലേ പറയാ പൊതുവേ? പൊള്ളിക്കാം, മസാല ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, മീൻ കറി വെക്കാം, തേങ്ങ അരച്ച് കറി വെക്കാം, മുളക് അരച്ച് കറി വെക്കാം. ഈ കരിമീൻ ഏറ്റവും രുചികരമായിട്ട് കറി വയ്ക്കുന്നത് ഏത് രീതിയിലാണ്? അതായത് പല ആളുകളും പല ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് പൊള്ളിച്ചത് ഇഷ്ടം, ചിലർക്ക് റോസ്റ്റ് ചെയ്തത് ഇഷ്ടം, ചിലർക്ക് ഫ്രൈ ഇഷ്ടം. ഏറ്റവും പൊതുവെ കൊല്ലംകാർക്ക് ഇഷ്ടപ്പെട്ട കരിമീൻ എപ്പോഴും ഫ്രൈ ആണ്. ആളുകളും ആ ഫ്രൈയുടെ മസാല കൂട്ടെന്താ പ്രത്യേകിച്ച് കൊല്ലം സ്പെഷ്യൽ? നമ്മള് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ അത്യാവശ്യം പിന്നെ ഇതെല്ലാം കൂടെ ചേർത്താണ് അതിന്റെ മിക്സിംഗ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഇത് ഒന്ന് ജാക്കറ്റ് ഒന്ന് ഇട്ടോ, അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തില്ല. വലിയ ആഴമില്ലാത്ത സ്ഥലമാണെങ്കിലും നമ്മൾ ജാക്കറ്റ് ഇട്ട് തന്നെ വേണം പരമാവധി ബോട്ടുകളിൽ പോകാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കം തെറ്റിദ്ധരിക്കപ്പെടരുത്. ചെറിയ യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും വെള്ളത്തിലൂടെയാണെങ്കിൽ പരമാവധി ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് നീന്തൽ അറിയാം, പക്ഷേ എന്നാലും നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടത് ആ ഒരു സന്ദേശം പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മത്സ്യം ഇത് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ 2016 മുതൽ DTPCയുടെ റെസ്റ്റോറന്റ് ലീസിനെടുത്ത് നടത്തിയ ഒരാളാണ് ഞാൻ. അന്ന് ഇങ്ങനെ ആളൊന്നും വരുന്ന ഒരു സ്ഥലമായിരുന്നില്ല. അന്ന് നമ്മൾ ഈ ടൂറിസം ആദ്യമായിട്ട് ഞാനിതെൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ഞാനിത് ചെയ്തത് നമ്മുടെ അഷ്ടമുടി കായലിലെ വിഭവങ്ങൾ പുറത്ത് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ വരൂ, അഷ്ടമുടിയിലേക്ക് വരൂ, ഇവിടുത്തെ നാടൻ വിഭവങ്ങൾ നിങ്ങൾ പരീക്ഷിക്കൂ. അപ്പോൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് വരും. നമ്മളിപ്പോൾ തോമസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ തോമസ് ഐലൻഡിലുള്ളവർക്ക് കരയിലേക്ക് പോകാൻ കടത്തല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ? കടത്തുള്ളൂ അല്ലേ? പാലമായിട്ടില്ലല്ലോ? എത്ര കുടുംബം ഉണ്ടാവും ഇവിടെ? ഇവിടെ ഇപ്പം 100-100-അടുത്തുള്ള കുടുംബം. 100-അടുത്തുള്ള കുടുംബമുണ്ട്. അപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോമസ് ഐലൻഡിലെ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോകാം.